എൻ ഡി എക്ക് ഏതാ നിങ്ങളിപ്പം പിന്നെ എക്സിറ്റ് പോളുകൾ കാണുന്നുണ്ടല്ലോ, 4ഓളം സീറ്റുകൾ എൻ ഡി എക്ക് കേരളത്തിൽ പ്രതീക്ഷിക്കാമെന്നാണ് എക്സിറ്റ് പോളുകൾ കാണുന്നത്. അതുതന്നെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന കാൽക്കുലേഷനുകളും. ഏതാണെങ്കിലും ഇന്ത്യയിൽ മൊത്തത്തിൽ എൻ ഡി എ ഏതാണെങ്കിലും 350 സീറ്റിന് മുകളിലായിരിക്കും ജയിക്കാൻ വേണ്ടി പോകുന്നത്. ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ധാരണകൾ തന്നെയാണ്. അതിപ്പം എൻ ഡി എയുടെ സെൻട്രൽ കമ്മിറ്റി യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ഒരു സർവേ ഉണ്ട് ബി ജെ പിയുടെ ഡൽഹിയിൽ നിന്ന്. അതിൽ പറഞ്ഞിട്ടുള്ളത് ട്രിവാൻഡ്രം, കോട്ടയം, പത്തനംതിട്ട, തൃശ്ശൂർ ഈ 4 സീറ്റുകളാണ് അവിടെ കേന്ദ്രത്തിൽ നിന്ന് നടത്തിയിട്ടുള്ള സർവേയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ഡിസ്കഷൻ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം അങ്ങനെയാണ്. ഈ 4 സീറ്റുകളാണ് കേരളത്തിൽ നിന്ന് 1ഓ 2ഓ സ്ഥാനത്തേക്ക് എത്തുന്ന സീറ്റുകൾ എന്ന് പ്രതീക്ഷിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഈ 4 മണ്ഡലങ്ങളിലും ഞങ്ങൾ ശക്തമായിട്ടുള്ള ബി ഡി ജെ എസിൻ്റെ സംഘടനാ സംവിധാനം ഉള്ളതാണ്. ഈ 4 സ്ഥലത്തും ഞാൻ വളരെ ശക്തമായി പോയി പ്രവർത്തിക്കാൻ ഞാനുൾപ്പെടെ ഞങ്ങളുടെ സംഘടനയിലുള്ള എല്ലാവരും പ്രവർത്തിച്ചിട്ടുള്ള സ്ഥലമാണ്. ട്രിവാൻഡ്രമാണെങ്കിലും തൃശ്ശൂരാണെങ്കിലും പത്തനംതിട്ടയിലാണെങ്കിലും. ഈ കമ്മ്യൂണിറ്റി തൃശ്ശൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ അത്തരത്തിലുള്ളൊരു നിർണായകമായ ഇത്തവണ ഞങ്ങൾ തീരുമാനിക്കുമെന്ന് അത്രയും ധൈര്യത്തോട് പറയാൻ പറ്റുന്ന സാധ്യത. എനിക്ക് മനസ്സിലായോ ചോദ്യം? അല്ല, ബി ഡി ജെ എസിന്റെ പ്രാതിനിധ്യം കൊണ്ട് ഇത്തവണ തൃശ്ശൂരിലെ വിന്നിംഗ് ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറയാനുള്ള ആത്മവിശ്വാസമുണ്ട്. ഞങ്ങൾ കൂടെ തീരുമാനിക്കുന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ മാത്രം തീരുമാനിച്ച് ജയിക്കുന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ആരും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ കൂടെ തീരുമാനിച്ചാൽ നടക്കൂ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം അതിന് മുൻപിലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ എസിന് കിട്ടിയ ഒരു വോട്ട് കുറഞ്ഞിരുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലൊരു കുറവിലേക്കൊക്കെ പോകുമോ? അങ്ങനെ പ്രതിസന്ധി ഉണ്ടോ? മറ്റന്നാളത്തേക്ക് പെട്ടിപ്പൊട്ടിക്കുകയല്ലേ. ഇപ്പോൾ പ്രതിസന്ധി ഉണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് നേരിട്ട് കണ്ടറിയാമല്ലോ. ഞാനിപ്പോൾ പറയേണ്ട കാര്യമല്ലല്ലോ അത്. സർവേയിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. ആ സർവേ ഞാൻ അറിഞ്ഞ വിവരമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ആറ്റിങ്ങിൽ ശക്തമായി, കാരണം ഇപ്പോൾ ആറ്റിങ്ങിൽ എന്നുള്ളതല്ല, കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും വളരെ ശക്തമായിട്ടുള്ള മത്സരമാണ് നടന്നത്. ഇപ്പോൾ ആലപ്പുഴ ഉൾപ്പെടെ ആറ്റിങ്ങിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം വളരെ ശക്തമായിട്ടുള്ള മത്സരം തന്നെയാണ് നടന്നിട്ടുള്ളത്. പക്ഷേ ഇങ്ങനൊരു സർവേ നടന്നു. ആ സർവേ അടിസ്ഥാനത്തിൽ എനിക്ക് കിട്ടിയ വിവരം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു രാജ്യസഭാ അംഗമാകും കേന്ദ്രമന്ത്രിക്കാൻ സാധ്യതകളുണ്ടോ? ഞാൻ നേരത്തെ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. കാര്യം ഇത് നേരത്തെ എനിക്ക് ഓഫർ ഉണ്ടായിരുന്നതാണ്, അന്ന് തന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിന്നിട്ടുള്ളത്. കാരണം അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ പറയാൻ വേണ്ടി പോകുന്ന ബി ഡി ജെ എസ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കിയത് എനിക്ക് എം പി ആകാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അന്ന് അവോയ്ഡ് ചെയ്തത്. ഇപ്പോഴും തീരുമാനം എടുത്തിട്ടില്ല. അങ്ങനെ ഒരു ഓഫർ വന്നാൽ ആ സമയത്ത് ആലോചിച്ച് തീരുമാനിക്കും. മാറുകയും ചെയ്യാം. പക്ഷെ പഴയ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. അത് വന്ന് കഴിയുമ്പോൾ ആലോചിക്കാം. ശരി.